നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് റാപ്പിഡ് ഫയറിൻ്റെ ദിവസമാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തെപ്പറ്റി നിങ്ങൾ തന്നെ അഭിപ്രായം പറയുന്ന പ്രോഗ്രാമാണിത്. എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് തുറന്ന് പറയാവുന്നൊരു വേദിയാണ്. വാഹനത്തിൻ്റെ പ്രശ്നങ്ങൾ, വാഹനത്തിൻ്റെ ഗുണങ്ങൾ, എന്ത് കാര്യങ്ങളും നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രോഗ്രാമിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാനൊരു നിക്ഷേപ സാധ്യതയെപ്പറ്റി പറയാം. അപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ ജീവിത നിലവാരം ഉയർന്നു കാണാൻ ആഗ്രഹിക്കുന്നവരാണ്. സ്വാഭാവികമായിട്ടും മനുഷ്യൻ്റെ കാര്യമായതുകൊണ്ട് തന്നെ ഓരോ പടിപടിയായിട്ടുള്ള വളർച്ച എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അതായത് വീട് വാങ്ങിക്കണം, വാഹനം വാങ്ങിക്കണം, അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ പടിപടിയായിട്ട് നമ്മുടെ മനസ്സിൽ കടന്നു വരുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ ജീവിത നിലവാരം ഉയരണമെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പണവും അതോടൊപ്പം തന്നെ വളരണം. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ വളരണമെങ്കിൽ വെറുതെ ബാങ്കിൽ കൊണ്ടുപോയി പൈസ ഇട്ടാൽ മാത്രം പോരാ. അതിൻ്റെ കൃത്യമായ രീതിയിലുള്ള ലാഭം നമുക്ക് കിട്ടുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ ടാക്സ് ബെനിഫിറ്റ്സ് ആ ഒരു നിക്ഷേപത്തിൽ നിന്ന് കിട്ടണം. അത്തരം കാര്യങ്ങൾ കൂടി ഓർക്കേണ്ടതുണ്ട്. ഇപ്പോൾ അങ്ങനെ ഒരു അവസരം നിങ്ങളുടെ മുന്നിലുണ്ട്. അതിനെപ്പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് കൊട്ടക് ലൈഫിൻ്റെ നിഫ്റ്റി 500 മൾട്ടി ക്യാപ് മൊമെൻറ്റം ക്വാളിറ്റി 50 ഇൻഡെക്സ് ഫണ്ട് എന്ന് പറയുന്നത് NFOയെ കുറിച്ചാണ്. അപ്പോൾ ഈ NFOയിൽ നിക്ഷേപിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് മെയ് 4ആണ്. അതായത് ഇനി 3 ദിവസം കൂടിയുള്ളൂ. അപ്പോൾ ഈ NFOയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ ലിങ്കിൽ കയറുകയാണെങ്കിൽ കോൾ ബാക്ക് റിക്വസ്റ്റ് ഓപ്ഷൻ എന്നൊരു ഓപ്ഷൻ കാണും. അതിൽ നിങ്ങൾ റിക്വസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളെ കോൾ ബാക്ക് ചെയ്തോളും. അതായത് ഇതിൻ്റെ വിശദവിവരങ്ങളുമായിട്ട് മലയാളത്തിൽ തന്നെ സംസാരിക്കാവുന്ന രീതിയിൽ നിങ്ങൾക്ക് കോൾ വരും. അപ്പോൾ ആ ഒരു കോളിൽ നിങ്ങൾക്ക് സംശയങ്ങളെല്ലാം ചോദിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഈ NFOയുടെ ഇൻഡെക്സിൻ്റെ തുടക്കം മുതലുള്ള വാർഷിക ശരാശരി റിട്ടേൺ നോക്കുകയാണെങ്കിൽ അത് 21.5% ആണ്. അതുപോലെ കഴിഞ്ഞ 5 വർഷത്തെ വാർഷിക ശരാശരി റിട്ടേൺ നോക്കുകയാണെങ്കിൽ അത് 28.3%മാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ഇൻഡെക്സ് പ്രകാരം 2015 അതായത് 10 വർഷം മുമ്പ് നിങ്ങൾ 10 ലക്ഷം രൂപ നിക്ഷേപിച്ചിരുന്നെങ്കിൽ ഇപ്പോഴത് 57 ലക്ഷം രൂപയായിട്ട് തിരികെ കിട്ടുമായിരുന്നു. ഇപ്പോൾ ഈ ഫണ്ടിൽ നമുക്ക് വെറും 2000 രൂപയിൽ തുടങ്ങി എത്ര വേണമെങ്കിലും നിക്ഷേപിക്കാം. NAV വില 10 രൂപ മാത്രമാണ്. ഈ NFOയിൽ നമ്മൾ നിക്ഷേപിക്കുന്ന തുകയുടെ ഒരു ഭാഗം ഫണ്ട് സേഫ് ആക്കുന്നതിനായിട്ട് ആദ്യം അങ്ങ് മാറ്റിവെക്കുന്നു. മറ്റൊരു ഭാഗം ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് വിഭാഗത്തിൽപ്പെടുന്ന കമ്പനികളിൽ നിന്നും സെലക്ട് ചെയ്ത, അതായത് റിട്ടേൺസ്, സ്റ്റെബിലിറ്റി, ഗ്രോത്ത് എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന 500 കമ്പനികളിലേക്ക് നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നിക്ഷേപിക്കുന്ന പണം സുരക്ഷിതമായി വെച്ചുകൊണ്ട് മെച്യൂരിറ്റിയിൽ നല്ല റിട്ടേൺ പ്രതീക്ഷിക്കുന്നതിൽ തെറ്റില്ല. ഇതുകൂടാതെ നമ്മൾ അടയ്ക്കുന്ന പ്രതിമാസ പ്രീമിയത്തിൻ്റെ 120 മടങ്ങ് വരുന്ന ലൈഫ് കവർ നമുക്ക് ലഭിക്കുന്നുണ്ട്. വർഷത്തിൽ 2.5 ലക്ഷം രൂപ വരെ നിക്ഷേപിച്ചാലും ലഭിക്കുന്ന ലാഭത്തിന് നികുതി ഉണ്ടാവില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ പ്രവാസികൾ മാസം 18,000 രൂപയൊക്കെ നിക്ഷേപിച്ചാൽ 2 കോടി രൂപ വരെയൊക്കെ റിട്ടേൺ സാധ്യത ഇതിൽ പറയുന്നുമുണ്ട്. അപ്പോൾ എന്തായാലും മെയ് 4 വരെ മാത്രമേ ഈ ഒരു നിക്ഷേപ സാധ്യതയുള്ളൂ എന്നുള്ള കാര്യം മറക്കണ്ട. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ലിങ്കിൽ കയറി നിങ്ങൾക്ക് ഈ ഒരു NFOയുടെ എല്ലാ വിശദ വിവരങ്ങളും അറിയാൻ സാധിക്കും. പൂർണ്ണമായും മനസ്സിലാക്കിയ ശേഷം നിങ്ങൾ നിക്ഷേപത്തിൻ്റെ തുക തിരഞ്ഞെടുക്കുക. അപ്പോൾ നമുക്കിനി റാപ്പിഡ് ഫെയർ കണ്ടു തുടങ്ങാം അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 1 ലക്ഷത്തിലധികം കിലോമീറ്റർ ഓടിയ ഒരു ടാറ്റ ടിഗോർ EV ആണ്. EVയുടെ ഉടമയാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം. പേര്? എൻ്റെ സ്റ്റീഫൻ. എവിടെ സ്ഥലം? എൻ്റെ സ്ഥലം കോതമംഗലം. എന്ത് ചെയ്യുന്നു? ഞാനൊരു സെൽഫ് എംപ്ലോയിഡ് ആണ്. ഒരു കൊച്ചു സ്ഥാപനം നടത്തുന്നു. ഞാൻ ഈ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകളൊക്കെ ചെയ്യുന്നൊരു കമ്പനിയാണ്. ഇവിടെ HMTയിലാണ് ഓഫീസ്. ശരി. അപ്പം ഈ സ്ഥാപനങ്ങളിലും വീടുകളിലും ഒക്കെ വാട്ടർ ട്രീറ്റ്മെൻറ്റ് ചെയ്യും? വീടുകൾ കുറവാണ്. ഞങ്ങളധികം ഈ ഇൻഡസ്ട്രിയൽ എഫ്ലുവൻറ്റ് ട്രീറ്റ്മെൻറ്റ് സിസ്റ്റംസ് ആണ്. ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ അനുമതി വേണ്ട പ്രൊജക്റ്റുകളാണ് ചെയ്യുന്നത്. അപ്പോൾ ഇൻഡസ്ട്രിയൽ വർക്കുകളാണ് അധികം. നമ്മുടെ നാട്ടിൽ അധികം ഇൻഡസ്ട്രിയൽ കൾച്ചറൊന്നും ഇല്ലാത്തതുകൊണ്ട് അധികം ഹോട്ടൽ, റിസോർട്ട് അങ്ങനെയുള്ള ഇൻഡസ്ട്രികളും ഉണ്ട് കേട്ടോ. ഇവിടെ കിൻഫ്രയുടെ പാർക്കിലൊക്കെ ഉള്ള ഇൻഡസ്ട്രികൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഇത്രയും ഈ പറഞ്ഞ സെൽഫ് എംപ്ലോയ്ഡ് ആണ്, ഇത്രയധികം കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണോ ഈ വണ്ടി 1 ലക്ഷത്തിലധികം കിലോമീറ്റർ ഓടിയത്? അതെ, കഴിഞ്ഞ 2.5 വർഷത്തിൻ്റെ ഇടയ്ക്ക്. 2.5 വർഷമായുള്ളൂ. അതെ, നമ്മുടെ ക്ലയൻറ്റ് സൈറ്റുകളിൽ കൂടെയുള്ള യാത്ര അത്യാവശ്യമുണ്ട്. അത് എല്ലാ ദിവസവും ഉണ്ട്. ഇന്നലെ ഇപ്പോൾ എനിക്ക് മൂന്നാർ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ഞാൻ ഇന്നലെ മൂന്നാർ പോയിട്ട് അവിടെ നിന്ന് എൻ്റെ വർക്ക് കഴിഞ്ഞപ്പോൾ ഞാൻ ചാർജ് ചെയ്യാനിട്ടിട്ട് വർക്കിന് കയറി. അത് കഴിഞ്ഞപ്പോൾ ഒന്ന് കറങ്ങാൻ തോന്നി. ഞാൻ ആ വഴി തമിഴ്നാട് കമ്പം തേനി പോയി തിരിച്ച് കുമളി വഴി തിരിച്ചിങ്ങ് പോകുന്നു. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ടിഗോർ ടാറ്റയുടെ ഏറ്റവും കുറഞ്ഞ റേഞ്ചുള്ളൊരു വണ്ടിയല്ലേ? എറൗണ്ട് 200, ഒരു 240 വരെയൊക്കെ നമുക്ക് നോക്കി ഓടിച്ചെത്തിക്കാം. അപ്പോൾ ഈ മൂന്നാറിലേക്കൊക്കെ പോകുമ്പം ഹൈ റേഞ്ചിലെ റേഞ്ച് കുറയല്ലേ? റേഞ്ച് വളരെ കുറയും. മൂന്നാറിലേക്ക് അങ്ങോട്ട് കയറുമ്പോൾ, ഞാനിപ്പോൾ കോതമംഗലത്ത് നിന്ന് മൂന്നാറിലേക്ക് അതിൻ്റെ 80 കിലോമീറ്റർ ഉണ്ട്. അപ്പോഴേക്കും ഒരു 70% ഒക്കെ എന്താണെങ്കിലും കട്ടാവും. തിരിച്ചിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാം. നമുക്ക് ഓൾമോസ്റ്റ് ലെവൽ റോഡിൽ ഓടിക്കുന്നത് തന്നെ കിട്ടും. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഉള്ള ട്രിപ്പ് നോക്കുമ്പോൾ. പക്ഷെ അങ്ങനൊരു ധൈര്യം കിട്ടുമോ നമുക്ക്? കാര്യം തിരിച്ചു വരുമ്പോൾ കിട്ടുമെന്ന് അറിയാമെങ്കിൽ പോലും കയറി പോകുമ്പോൾ ഇങ്ങനെ കുറയുമ്പോൾ ഒരു ധൈര്യക്കുറവ് വരില്ലേ? നമ്മൾ ഈ
ഈ റേഞ്ച് ആങ്സൈറ്റി ഒക്കെ ആദ്യത്തെ ഒരു 5000 കിലോമീറ്ററിലോ അല്ലെങ്കിൽ 2000-3000 കിലോമീറ്ററിലോ പ്രശ്നമുള്ളൂ. പിന്നെ നമുക്ക് നമ്മുടെ തലയ്ക്കകത്ത് എനിക്ക് തോന്നുന്ന കുറെ കാര്യങ്ങൾ അങ്ങ് സേവ് ആവും. നമ്മളിപ്പോൾ മൂന്നാർ പോകണമെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ തലയ്ക്കകത്ത് വരും ഇപ്പൊ 100 ഉണ്ട്, അവിടെ ചെല്ലുമ്പോൾ ഇത്രയും ഉണ്ടാവും, ചാർജ് ചെയ്ത് ഇത്രയും. ഒരു പ്ലാനിങ് നമ്മുടെ തലയ്ക്കകത്ത് വർക്കൗട്ട് ആയിക്കൊണ്ടിരിക്കും, എന്നാലാണ് ഇത് നടക്കത്തുള്ളൂ. അപ്പോൾ ഈ 2 വർഷം മുമ്പ് ഇത് വാങ്ങിക്കുമ്പോൾ 2 വർഷം മുമ്പ് വാങ്ങിക്കുമ്പോൾ വേറെയും EV-കളൊക്കെ ഉള്ള സമയമാണല്ലോ, അപ്പോൾ കൂടുതൽ റേഞ്ച് ഉള്ളതൊക്കെ ഉണ്ട്. എന്നിട്ട് എന്തുകൊണ്ട് ടിഗോറിലേക്ക് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പരീക്ഷണമാണല്ലോ. അപ്പോൾ നമുക്ക് ഏറ്റവും കോസ്റ്റ് കുറഞ്ഞ പരീക്ഷണം, നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു അടി കിട്ടിയാൽ അത്രയും പൈസയിലേ പോകുള്ളൂ. നമ്മൾ കൂടുതൽ പൈസ മുടക്കുന്തോറും കൂടുതൽ പൈസ നഷ്ടപ്പെടാനുള്ള. ഞാൻ ഇതിലും വലിയ വണ്ടിയാണ് മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ബ്രസയുടെ ഫുൾ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് വെച്ചുമ്പോൾ ഇത് വളരെ ചെറിയ വണ്ടിയാണ്, അതിനേക്കാൾ ഒരു ഡീഗ്രേഡഡ് ആയി പോയി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ പരീക്ഷണമാണല്ലോ ഇത്. EV ഇപ്പോൾ ഈ 2022 എന്ന് വിചാരിക്കണം, അന്ന് EV മേടിക്കുന്നവരെ സംതിങ് റോങ് വിത്ത് ഹിം എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന കാലത്താണ് നമ്മളിന്ന് മേടിക്കുന്ന ആൾക്കാർ. അപ്പോൾ ഒരു പുതിയൊരു എക്സ്പീരിയൻസ്, പുതിയൊരു ടെക്നോളജി എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് നമ്മൾ ചിന്തിച്ചു. അങ്ങനെയുണ്ടോ പരീക്ഷണം? ഈ EV സക്സസ് ആണ്, പക്ഷേ ടാറ്റ ഇതിൻ്റെ അകത്തൊരു ഫെയിലിയർ ആയിട്ട് ഞാൻ ഈ 2.5 വർഷത്തിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഫേസ് ചെയ്ത കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ടാറ്റ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ സക്സസ് ആണോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ കറണ്ട് ജനറേഷൻ ഇതിൽ നിന്ന് വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഈ പെയിന്റ് അടിച്ച് വരുന്നത് ഈ സിപ്ട്രോൺ എന്ന് പറയുന്ന ഫസ്റ്റ് ജനറേഷൻ വണ്ടികളാണോ? ഫസ്റ്റ് ജനറേഷൻ വണ്ടികളിൽ ഞാനിപ്പോൾ ഒരു EV ഗ്രൂപ്പിലൊക്കെ ഉണ്ട്, അത് അവിടെ നിന്നൊക്കെയുള്ള ഒരു കമൻറ്റുകൾ നോക്കുമ്പോൾ ഫസ്റ്റ് ജനറേഷൻ ഫെയിലിയർ ആണ് ആക്ച്വലി. ഞാൻ ആക്ച്വലി ഇത് എടുത്തതിന് ശേഷം ഫേസ് ചെയ്ത ഇഷ്യൂസ് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 2 ഡസനിലധികം ഇഷ്യൂസ് പലവട്ടം ഫേസ് ചെയ്തു. 2 പ്രാവശ്യം ഫ്ലാറ്റ് ബെഡ് വരേണ്ടി വന്നു. ഒരു തവണ ഫ്ലാറ്റ് ബെഡ് വന്നിട്ട് കൊണ്ടോണ്ടി വന്നില്ല, 2ാമത്തെ തവണ കൊണ്ടോണ്ടി വന്നു. അതിൽ ബാറ്ററി മാറേണ്ടി വന്നു, അത് 1,50,000 ആയപ്പോഴായിരുന്നു. 2 തവണ AC ഫെയിലിയർ വന്നു. അത് ഞാൻ 2ാമത്തെ തവണ അവർ പറഞ്ഞത് കംപ്രസറും അറിയുന്ന കംപ്രസറിന്റെ റേറ്റ് ചോദിച്ചപ്പോഴാണ് അറൗണ്ട് 75,000 റുപ്പീസ് കംപ്രസർ മാറിയ യൂണിറ്റിന്റെ കോസ്റ്റ് ഉണ്ടെന്ന് പറയുന്നത്. അത് വാറണ്ടിയിൽ മാറി. ഇത് വാറണ്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് എങ്ങനെ ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ 1.25 lakh കിലോമീറ്റർ ആണ് വാറണ്ടി. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 12,000 കിലോമീറ്ററോടെ കഴിഞ്ഞാൽ ഞാൻ വാറണ്ടിയിൽ നിന്ന് ഔട്ട് ആവുക. പിന്നെ വരാൻ പോകുന്ന ഇപ്പോൾ 2 തവണ ഇതിന്റെ AC കംപ്രസർ മാറിയെങ്കിൽ 3ാമത്തെ തവണ അറൗണ്ട് ഒരു ഫസ്റ്റ് 40-ൽ മാറി, പിന്നെ അതിന്റെ 60-70-ൽ നിൽക്കുമ്പോൾ മാറി, 1.5-ൽ ബാറ്ററി മാറി. ബാറ്ററിക്ക് അപ്പം അത് വാറണ്ടി പോയി, അത് വാറണ്ടിയിൽ മാറി. അല്ലെങ്കിൽ എത്ര ആയിരിക്കും എന്ന് അവർ പറഞ്ഞോ? ബാറ്ററിക്ക് ഈ AC യൂണിറ്റിന് 75,000-ഓളം വിലയുണ്ട്. ബാറ്ററിയുടെ വില ഇവർ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. അത് ഇതുവരെ എനിക്ക് എന്താന്ന് ഒരു മനസ്സിലാവുന്നില്ല, ഒരു വില പറയുന്നില്ല. അപ്പോൾ ബാറ്ററി അറൗണ്ട് 5 lakh ഒക്കെ ഉണ്ടായേക്കാന്ന് ചിന്തിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഈ 1 lakh കിലോമീറ്ററിലൊക്കെ ബാറ്ററി മാറേണ്ടി വന്നു കഴിഞ്ഞാൽ EV പ്രോഫിറ്റബിൾ അല്ല. സിംപ്ലി എന്തായിരുന്നു ഈ മാറ്റാൻ ഉണ്ടായ കാര്യം? എന്ത് സംഭവിച്ചപ്പോഴാണ് മാറ്റിയത് ബാറ്ററി? ഞാൻ ബാറ്ററി മാറിയത് ഞാൻ ടൗണിലേക്ക് വരുമായിരുന്നു. തേവയ്ക്കൽ വെച്ചിട്ട് വണ്ടി 20% നിൽക്കുമ്പോൾ ക്രിട്ടിക്കൽ അലർട്ട് കാണിച്ച് വണ്ടി സ്റ്റോപ്പായി. പിന്നെ ഫ്ലാറ്റ് ബെഡ് വന്ന് എടുത്തുകൊണ്ട് പോകുകയാണെങ്കിൽ അതൊക്കെ അവരുടെ കയ്യിൽ നിന്നുള്ള സർവീസ് ചെയ്യും, നമ്മളുടെ എക്സ്പെൻസ് ഇല്ലായത്. പക്ഷെ എനിവേ ഫ്ലാറ്റ് ബെഡിൽ ബാറ്ററി മാറാനായിട്ട് അത് കഴിഞ്ഞിട്ട് ഇരുമ്പനം ലെക്സോണിൽ ഏകദേശം 2 ആഴ്ച കിടന്നിട്ടാണ് നമുക്ക് വണ്ടി കിട്ടുന്നത്. അതാണ് 1,50,000-ലാണ് അത് സംഭവിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് 2 ലക്ഷത്തിൽ അത് നമുക്ക് എക്സ്പെക്ട് ചെയ്യണം, സംഭവിച്ചേക്കാം. അങ്ങനെ ഒരു 1,00,000 കിലോമീറ്റർ മാത്രം ഓടുക എന്ന് പറയുന്നത്. പിന്നെ ഉള്ള ഇഷ്യൂസ്, ഇതൊരു മേജർ ഇഷ്യൂസ് AC ബാറ്ററി ആയിട്ട് ബന്ധപ്പെട്ട്. പിന്നെ ഒരു തവണ കീ അകത്ത് വെച്ചിട്ട് ലോക്കായി വണ്ടി. പിന്നെ അതാണെങ്കിൽ ഞാൻ മറ്റൊരു സൈറ്റിൽ എവിടെയാണ് നിൽക്കുമ്പോൾ ആലപ്പുഴ നിൽക്കുമ്പോഴാണ്. പിന്നെ ഞാൻ വീട്ടിൽ ബസ് കയറി വന്ന് തിരിച്ച് ബസ്സിന് പോയി സെക്കൻഡ് കീ എടുത്തുകൊണ്ട് പോയി വണ്ടി എടുത്തുകൊണ്ട് വന്നു. അതൊരു കേസ്. പിന്നെ കോമൺ ഇഷ്യൂസ് ഉണ്ട്, അത് ഈ വണ്ടിക്കും ഉണ്ട്. ഈ ചാർജിങ് ഗണ്ണ് അവിടെ ലോക്കായിട്ടിരിക്കും. നല്ല മഴയും ചെളിയുള്ള സമയത്ത് വണ്ടി ഓടിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ ഗണ്ണ് കുത്തി കഴിഞ്ഞാൽ പിന്നെ ഗണ്ണ് ഊരി പോരില്ല. പിന്നെ നമ്മൾ അകത്ത് കൈയിട്ട് ഒരു ലിവർ ഒന്ന് തിരിച്ചാലാണ് ഗണ്ണ് ഊരി പോരത്തുള്ളൂ. അങ്ങനെ ഒരു അതെല്ലാം ഇഷ്യൂ 1-2 തവണ ഫേസ് ചെയ്തിട്ടുണ്ട്. എത്ര നേരം എടുക്കാറുണ്ട് ചാർജ് ആകാൻ? അതിലൊക്കെ ഇപ്പോൾ ഇഷ്യൂ കാണിച്ചു തുടങ്ങി. ഇപ്പോൾ ഞാൻ ഇന്നലെ രാത്രി 10 മണിക്ക് 26% കുത്തിയിട്ടിട്ട് ഞാൻ രാവിലെ 5 മണിക്ക് ഡിസ്കണക്ട് ചെയ്യുമ്പോൾ 75 ആയിട്ടുള്ളൂ. സ്ലോ ചാർജിങ് അപ്പോൾ 50% ആണ് 7 hours സ്ലോ ചാർജിങ് ഇപ്പോൾ എക്സ്ട്രീംലി സ്ലോ ആണ്. ഇപ്പോൾ ഒരു അറ്റ് പ്രസന്റ് ഒരു കംപ്ലൈന്റിലാണ് നിൽക്കുന്നത്. ഇതിന്റെ ഒരു ലിമിറ്റഡ് പെർഫോമൻസ് മോഡുണ്ട്. സാധാരണ അത് 10%-ലാണ് വരുന്നത്. ഇത് 100% ആകുമ്പോഴും 100% പോലും ഇപ്പോൾ ലിമിറ്റഡ് പെർഫോമൻസ് മോഡ് ഓണാണ്. ലിംബ് മോഡ് എന്ന് പറയും, അത് ഓണാണ്. അതായത് വണ്ടി 50 കിലോമീറ്റർ സ്പീഡിൽ കൂടുതൽ ഓടത്തില്ല.
അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ധൈര്യമായിട്ട് എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ തന്നെ പറയേണ്ടി വരും. നമുക്കൊരു വിശ്വസിച്ച് ഒരു സെക്കൻഡ് കാർ ഉടനെ തന്നെ പ്ലാൻ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പൊ നിൽക്കുന്നത്. ഇപ്പൊ ഈ ലിംബ് മോഡ് ഓണായിട്ട് എനിക്ക് തോന്നുന്നു നിയർലി 1 വീക്കായി. അതിന്റെ ഇടയ്ക്ക് ഞാൻ ഒരു തവണ എനിക്ക് കട്ടപ്പന പോകേണ്ടി വന്നപ്പോൾ ഞാൻ കട്ടപ്പനയിലുള്ള ഗൂഗിൾ മോട്ടോഴ്സ് കയറ്റി. പക്ഷെ അവർ പറയുന്നത് അവർക്ക് കുറച്ച് സമയം കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അവർക്ക് അവിടെ ഇടണം, ഇന്ന് വണ്ടി തരാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല. ഞാൻ കട്ടപ്പന പോയിട്ട് എനിക്ക് അന്ന് തന്നെ തിരിച്ചു വരേണ്ടതുള്ളതുകൊണ്ട് ഞാനിങ്ങ് തിരിച്ചു പോകുന്നു. പക്ഷെ ഇത്രയും കാലം ഓടിച്ചപ്പോൾ വളരെ ലാഭകരമായിരുന്നു അല്ലേ സംഭവങ്ങൾ? ഇതൊക്കെ ഈ എക്സ്പെൻസുകളൊക്കെ വാറണ്ടിയിലായതുകൊണ്ട് തീർച്ചയായിട്ടും ലാഭകരമാണ്. ഞാനിപ്പോ സിംപിളി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഈ 1,00,000 കിലോമീറ്റർ ഓടിയാൽ ഒരു 25,000 നമുക്ക് ഫാസ്റ്റ് ചാർജ് ചെയ്യുന്ന മാക്സിമം അത്രയൊന്നും ഉണ്ടാവത്തില്ല. ഫാസ്റ്റ് ചാർജ് ചെയ്യുന്ന ചിന്തിച്ചാൽ തന്നെ ഒരു 3 rupees വെച്ച് ഫാസ്റ്റ് ചാർജിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 75,000 rupees ഫാസ്റ്റ് ചാർജിന് വന്നിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ചാർജ് ചെയ്യുമ്പോൾ ഒരു 1 rupee വെച്ചിട്ടും വരും. ബൈജന് അറിയാലോ, ബൈജന് ഓൾറെഡി ഒരു 1 rupee വെച്ചിട്ട് വീട്ടിൽ നിന്ന് വന്നേക്കും. അപ്പോൾ ഒരു 75 വീട്ടിൽ നിന്ന് ചാർജ് ചെയ്തപ്പോൾ ഒരു 75,000 ആയി. ഒരു 25,000 അതർ 75 ആയി. അപ്പോൾ ഒരു 1.5 lakhന് നമ്മൾ 1 lakh കിലോമീറ്റർ 1,500 രൂപയ്ക്ക് ഓടി. അതെ, കൃത്യം ഒരു 1.5 രൂപയ്ക്ക് ഓടി എന്ന് പറയാം. എന്താണ് 1.5-1.5 ഇടയ്ക്ക് അങ്ങനെ നോക്കിയാൽ ലാഭകരമാണ്. പക്ഷെ നമുക്ക് ഈ ബാറ്ററി ഒക്കെ അടുത്ത 2 lakhല് നമ്മുടെ കോസ്റ്റിൽ ചേഞ്ച് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ഇത് ലാഭകരമാണോ എന്ന് ഒന്നുകൂടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പിന്നെ എത്രയായി ഇത് ഓൺ റോഡ് എത്ര രൂപയാണ് എടുത്തപ്പോൾ? അതാണ് അതിന്റെ നമ്മുടെ ടാറ്റയുടെ. അത് പിന്നെ ആ കാലഘട്ടത്തിലൊരു പ്രശ്നമാണെന്ന് വിചാരിക്കാം, കോസ്റ്റ് കുറഞ്ഞു വരും. ഇത് 1455 ആയിരുന്നു. പിന്നീട് ഞാൻ മനസ്സിലാക്കുന്നത് 5 EV വന്നപ്പോൾ ഈ ഇതിനേക്കാൾ 100 കിലോമീറ്റർ കൂടുതൽ റേഞ്ചുള്ള 5 EV ഏതാണ്ട് ഈ കോസ്റ്റിന് നമുക്ക് കിട്ടും. അതുപോലെ വിൻസർ EVയുടെ ബേസ് മോഡൽ ഈ 1455 കിട്ടും. അതും ഇതിനേക്കാൾ 100 കിലോമീറ്റർ മൈലേജും ഇതൊക്കെ ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നമ്മളൊരു ഓവർ പ്രൈസ്ഡ് ആയിട്ടാണ്. ഇനി വിറ്റാൽ എന്ത് കിട്ടും അറിയില്ല. ഇനി വിറ്റാൽ എന്ത് കിട്ടുമെന്നുള്ളതാണ് ഈ ലാഭകരമായിരുന്നോ എന്നുള്ളത് മറ്റൊരു ചോദ്യം. റീസെയിൽ വാല്യൂ ഒരു വലിയ ചോദ്യമാണ്. ഞാൻ ഇതുവരെ EV ആരും സെയിൽ ചെയ്തതായിട്ട് എനിക്ക് അറിയത്തില്ല. അത് ലാഭകരം അല്ലെങ്കിൽ മൊത്തത്തിൽ ലാഭം പോയി. അങ്ങനെ ഒരു എന്താ പറയുക, ഇങ്ങനെ ഒരു ഇഗ്ലുപയം പറ്റാത്തൊരവസ്ഥയിലാണ്. അതെ, ഇതൊരു പരീക്ഷണമാണ്. നമ്മളൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2.5 വർഷം മുമ്പ് ഈ ടാറ്റയുടെ എക്സ്പെരിമെന്റിൽ നമ്മളിങ്ങനെ ക്യാഷ് മുടക്കി അവരോട് സഹകരിച്ച ആൾക്കാരാണ്. അവരുടെ R&D എക്സ്പെരിമെന്റിൽ നമ്മളിങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് അവരോടൊപ്പം കൈകൊടുത്ത ആൾക്കാരാണ്. ആ രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു അടുത്ത EV അപ്ഗ്രേഡിന് അവരെന്തെങ്കിലും ഡിസ്കൗണ്ട് ഒക്കെ വലിയ തോതിൽ തന്നെ കിട്ടും. നമ്മൾ ബാക്കി എല്ലാവരും നമ്മളെ ഒരു വിചിത്ര ജീവിയായിട്ടാണല്ലോ കാണുന്നത്. 2022 EV മേടിച്ച് ഇത്രയും കൊണ്ട് ഞാനിതുകൊണ്ട് ആ വർഷം തന്നെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടോട് കൂടി ചെന്നൈ ഒക്കെ പോയിട്ടുണ്ട്. അതൊരു വിചിത്ര ജീവിയായിട്ടാണ് എങ്ങനെ ചെന്നൈ. ശരിക്കും ടിഗോർ നമ്മൾ EV കണ്ടിരിക്കുന്ന അധികം ഇവിടുത്തെ ഈ ലാബുകളിലൊക്കെ കളക്ഷൻ ഒക്കെ പോകുന്ന അന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതും നെക്സോണും നമ്മൾ അധികം പ്രൈസ് വ്യത്യാസമല്ല, ഒരു ബിലോ 2 lakhs ഉള്ളൂ. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ പരീക്ഷണം ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. സക്സസ് ആവുകയാണെങ്കിൽ അതെ, ആ ഒരു ആറ്റിറ്റ്യൂഡിലാണ് മേടിച്ചാൽ അത് ഇത് സക്സസ് ആവുന്ന. ഈ സിപ്ട്രോൺ ടെക്നോളജി ഇല്ലെന്ന് തോന്നി ഇപ്പൊ ഡോട്ട് EV എന്നും പറഞ്ഞു വന്നു തുടങ്ങി. പിന്നെ ഈ സിപ്ട്രോൺ അല്ല ഇപ്പൊ ഒരു ജനറേഷൻ. എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഈ വോൾട്ടേജ് അല്ല, ഇത് ഹൈ വോൾട്ടേജ് ആണെങ്കിലും 300 വോൾട്ടോ ഇനി 400 വോൾട്ട് EVകളാണ് ഇപ്പോഴത്തെ കർവ്. അതൊക്കെയെന്ന് എനിക്ക് തോന്നുന്നു. ഒരു ജനറേഷൻ കൂടി മാറി. പിന്നെ ഇതിന്റെ ബാറ്ററി ഇരിക്കുന്നത് പുറകിൽ ഒരു വലിയ ബോക്സ് ആണ്. ഇപ്പൊ ഒരു താഴെ. അതെ, എന്തായാലും അങ്ങനെയൊക്കെ പറഞ്ഞാൽ പോലും ഒരാൾ പൈസ കൊടുത്ത് വാങ്ങിച്ച സാധനമാണല്ലോ. ഇത്രയും കാലം മുമ്പല്ലേ, ഇത്ര ലക്ഷം രൂപ കൊടുത്ത സാധനത്തിൽ അത്ര ന്യായീകരണങ്ങളൊന്നും ഇല്ല. പിന്നെ അവർ പണി പഠിച്ചതാണെന്ന് ഒന്നും നമുക്കിതൊന്നും. ഞാനിപ്പോൾ മേജർ ഇഷ്യൂസ് ആണ് ഈ പറഞ്ഞതല്ല. അതല്ലാതെ ഇതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഇപ്പൊ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഇത് ബ്ലൂ കളർ ആയിട്ട് ബ്ലേഡ് ആവും. അത് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ 40,000 കിലോമീറ്ററിൽ ഞാൻ റിപ്പോർട്ട് ചെയ്തേക്കണേ. അതിന് എവിഡൻസ് എന്തായാലും. ഞാൻ ഓരോ തവണയും സർവീസിന് ചെല്ലുമ്പോൾ പറയും അവർ റെഡിയാക്കിയിട്ടുണ്ടെന്ന് പറയും. പിന്നെ ഓട്ടത്തിൽ ഇതങ്ങ് ബ്ലൂ കളർ ആവും. നമ്മൾ ഫോർവേഡ് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ റിവേഴ്സ് ക്യാമറ അതിൻ്റെ അകത്ത് ഷോ ചെയ്യും. അങ്ങനെ ആ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം പരാജയമാണ്. അതിപ്പോഴും റെക്ടിഫൈ ചെയ്തിട്ടില്ല. അവർ 1 lakh കിലോമീറ്റർ വാറണ്ടി ഉള്ളൂ. ഇപ്പോൾ വാറണ്ടി ഇല്ലാന്ന് പറഞ്ഞ് തടി തപ്പാനായിട്ട് കഴിഞ്ഞ തവണ ശ്രമിച്ചു. ഞാനപ്പോൾ തന്നെ 40,000 തന്നെ റിപ്പോർട്ട് ചെയ്തേക്കണേ എന്നുള്ള എവിഡൻസ് കൊടുത്തു. അപ്പോൾ അവർ ഇതിനകത്ത് കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിന്റെ കംപ്ലൈന്റ് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ അത് സിസ്റ്റം ഞങ്ങളുടെ അല്ല, അത് ഹാർമന്റെ ആണ്. ഹാർമനിൽ ഞങ്ങൾ അറിയിക്കട്ടെ, അവിടെ നിന്ന് ആൾ വന്ന് ശരിയാക്കും. ഞാൻ ഹാർമനിൽ നിന്നല്ലല്ലോ, എന്റെ ഡീലിങ്സ് ഹാർമനായിട്ടല്ലോ. അതേ ഡയലോഗ് തന്നെ ബാറ്ററിയുടെ കേസിലും പറഞ്ഞു. ബാറ്ററിയുടെ കേസിൽ അവർ പറഞ്ഞു ബാറ്ററി കംപ്ലൈന്റ് ആണ്. അപ്പൊ ഇനി എന്താ ചെയ്യാ? ബാറ്ററി ഞങ്ങളുടെ അല്ല, അത് ടാക്കോന്നോ എന്തോ വേറൊരു കമ്പനിയിൽ നിന്ന് സോഴ്സ് ചെയ്യുന്നതാണ്. ടാറ്റയുടെ തന്നെ സബ്സിഡറി കമ്പനിയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഷെല്ല് മാത്രമേ ഉള്ളൂ. അല്ല, ടാറ്റയിൽ ആ കമ്പനി ഈ ബാറ്ററി കൈകാര്യം ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് ആള് വന്നിട്ട് അവരാണ് ബാറ്ററി അലോക്കേറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ വരുത്തിക്കേണ്ടി വരും ഇവരുടെ പ്ലാന്റിൽ നിന്ന്. ഇതെല്ലാം അവരാണ് ചെയ്യുന്നത്. അത് ഞങ്ങൾക്കൊന്നും അറിയില്ല. അവര് വന്നിട്ട് ബാറ്ററി അലോക്കേഷൻ ചെയ്തിട്ട് പറയാം എന്ന് വണ്ടി തരാൻ പറ്റും. അപ്പൊ നിങ്ങളുടെ പ്രീവിയസ് എക്സ്പീരിയൻസ് വെച്ചിട്ട് എത്ര ദിവസം കിടക്കേണ്ടി വരും അതൊന്നും പറയാൻ പറ്റത്തില്ല. അത് ബാറ്ററിയുടെ കമ്പനിയിൽ നിന്ന് ആള് വന്ന് പുതിയ ബാറ്ററി അലോക്കേഷൻ അവര്
അനുവദിച്ചിട്ട് വേണം ബാറ്ററി എന്ന് മാറി തരുന്നു. എന്നിട്ട് ഒരു 15 ദിവസം കഴിഞ്ഞപ്പോഴേക്കും കിട്ടി. എവിടെയാണ് സാധാരണ സർവീസ് ചെയ്യുന്നത്? ഇത് ആദ്യം സർവീസ് സെന്റർ ഞാൻ ഗോകുലത്തിൽ ആദ്യം കൊടുത്തോണ്ടിരുന്നത്. പക്ഷെ ഗോകുലം അത്ര സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. പിന്നെ ലെക്സോണിലാണ് കൊടുക്കുന്നത്. ലെക്സോൺ സർവീസ് സെന്ററിൽ ഞാൻ ഒരുവിധം സാറ്റിസ്ഫൈഡ് ആണ്. വെച്ചാൽ അവിടുത്തെ ഞാനിപ്പോൾ ഇരുമ്പനത്തൊക്കെയാണ് കൊടുക്കുന്നത്. ഇരുമ്പനത്ത് ഉള്ള കസ്റ്റമർ റിലേഷൻസ് മാനേജറൊക്കെ നന്നായിട്ട് തന്നെ നമ്മളോട് ബിഹേവ് ചെയ്യുന്നത്, അവർ നമ്മളെ കൺസിഡർ ചെയ്യുന്നുണ്ട്. പക്ഷെ പലതും അവർക്ക് റെക്ടിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഇപ്പൊ ഈ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഒക്കെ അതിന്റെ ഒരു ഉദാഹരണമാണ്. സപ്പോർട്ട് കുറവായിരിക്കും. ഇത് ഞങ്ങൾക്ക് അറിയിക്കാനേ പറ്റുള്ളൂ. ഞങ്ങൾ മെയിൽ അയച്ച് അറിയിച്ചിട്ടുണ്ട്. ഇനി ഹാർമൻ പറയട്ടെ എന്നൊക്കെയാണ് പറയുന്നത്. ആ ഇഷ്യൂ സ്റ്റിൽ എക്സിസ്റ്റ്. അതങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. എന്നാലും നമ്മളീ പറഞ്ഞ പോലെ നമ്മൾ എത്ര പറഞ്ഞാലും നന്നാകില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്ന ചില കമ്പനികളിൽ ടാറ്റ ഉൾപ്പെടുന്നുണ്ട്. ടാറ്റയുടെ എന്തെല്ലാം ഇഷ്യൂസാണ് നമ്മുടെ ഈ റാപ്പിഡ് ഫെയറിലൊക്കെ വന്നൊരു പറയുന്നത്. എല്ലാം അങ്ങനെ പരിഹരിക്കപ്പെടാതെ കിടക്കുന്നുണ്ട്. കസ്റ്റമർ സർവീസിൻ്റെ കാര്യത്തിലായാലും ഈ പറഞ്ഞ പോലെ വണ്ടിയുടെ പ്രശ്നങ്ങളുടെ കാര്യത്തിലായാലും ടാറ്റയൊക്കെ ഇനി കുറേ നന്നാകാനുണ്ട്. ടാറ്റയൊക്കെ വിദേശ കമ്പനികളെ കണ്ടു തന്നെ പഠിക്കേണ്ടിയിരിക്കുന്നു. അതിന് മറ്റൊരു ഉദാഹരണമാണ് ഇപ്പോൾ ഈ വന്നിരിക്കുന്നത്. എന്തായാലും നമുക്കെല്ലാം ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ കമ്പനി ആയതുകൊണ്ട് നമുക്കൊക്കെ വലിയ സ്നേഹമുള്ള കമ്പനിയാണ്. പക്ഷേ ഇത്തരത്തിലുള്ള തിരിച്ചടികൾ പലപ്പോഴും കിട്ടുന്നുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ഒന്നും പറയാനില്ല, ഓൾ ദ ബെസ്റ്റ് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. മുന്നോട്ടുള്ള പോക്കിൽ എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. ബാറ്ററി ഇനി മാറ്റാതിരിക്കാൻ ഇടവരട്ടെ തുടങ്ങിയുള്ള ആശംസകൾ വരുന്നു. ഇപ്പോൾ അടുത്ത കാലത്ത് ഇറങ്ങിയ വാഹനങ്ങൾ എനിക്ക് കാണാൻ ഏറ്റവും ഇഷ്ടമുള്ളൊരു ഒരു മോഡലാണ് ഫോക്സ്വാഗൺ വിർട്ടസ്. അതിൻ്റെ ഓണറിനാണ് നമ്മൾ പരിചയപ്പെടുന്നത്. നമസ്കാരം. പേര്? ജഷാൻ. എന്ത് ചെയ്യുന്നു? ഞാൻ IT-ലാണ്, സോഫ്റ്റ്വെയർ എഞ്ചിനാണ്, മൊബൈൽ ഡെവലപ്പറാണ്. ഇവിടെ കൊച്ചി തന്നെ? കൊച്ചിയിലായിരുന്നു, ഇപ്പോൾ വർക്ക് ഫ്രം ഹോമാണ്. ജയ്പൂർ ബേസ്ഡ് കമ്പനിയാണ്. ശരി. അപ്പം കൊച്ചിക്കാരൻ തന്നെയല്ലേ? നേറ്റീവ് ചാലക്കുടിയാണ്, പക്ഷെ ഇപ്പോൾ സെറ്റിൽ ഇൻ കൊച്ചി, ആലുവ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇത്രയും ഹൈറ്റുള്ള ആൾ, അതുപോലെ തന്നെ കേരളത്തിലെ റോഡുകളുടെ ഇപ്പോഴത്തെ അവസ്ഥ, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു SUV എടുക്കുമെന്നായിരുന്നു. എന്തുകൊണ്ടാണ് ഈ ഒരു സെഡാനിലേക്ക് വന്നത്? ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്തിരുന്ന കാറ് സ്വിഫ്റ്റ് ആയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് മാറിയപ്പോൾ SUV ആയിരുന്നു ഫസ്റ്റ് പ്രിഫറൻസ് ആലോചിച്ചത്. പിന്നെ ഞാനപ്പോൾ കുഷാക്ക് നോക്കി. കുഷാക്ക് നിന്നപ്പോഴാണ് ഇങ്ങനൊരു ഓപ്ഷൻ, സ്ലാവിയ ആയിരുന്നു അന്ന് കണ്ടത്. അപ്പോൾ സ്ലാവിയയുടെ കോമ്പറ്റീറ്റർ ഒരു ഫ്രണ്ടാണ് സജസ്റ്റ് ചെയ്തത്, ഒന്ന് ഫോക്സ്വാഗൺ കൂടി പോയി നോക്കുന്ന പറഞ്ഞ് ഞാൻ ഇത് കണ്ടത്. അപ്പോൾ വണ്ടി ഫസ്റ്റ് നോട്ടിൽ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ആകെ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്തത്, മറ്റേത് നമുക്ക് ആ ഒരു സിറ്റിംഗ് പൊസിഷനിൽ ഉണ്ടായിരുന്ന ഒരു കംഫർട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം തോന്നിയത് ഇതാണ് ബെറ്റർ തോന്നിയത്. അപ്പോൾ കുഷാക്ക്, ഇതിൻ്റെ തന്നെ ടൈഗൂൺ, പിന്നെ ഈ വണ്ടി സ്ലാവിയ, അതായിരുന്നു പിന്നെ ഒരു ഓപ്ഷൻ വന്നത്. അപ്പോൾ അതിലെനിക്ക് ലുക്ക് ആൻഡ് ഫീലിൽ ഇഷ്ടപ്പെട്ട വണ്ടി ഇതാണ്. പിന്നെ ഇതിലോട്ട് മാറി. അപ്പോൾ എന്തായിരുന്നു സ്ലാവിയ ഇതുമായിട്ട് പെട്ടെന്നൊരു ഡിഫറൻസ് തോന്നിയത്? സ്ലാവിയ ഡിസിഷൻ ഫാക്ടർ വന്നത് 2 കേസാണ്. ഒന്ന് നമ്മളുടെ എക്സിക്യൂട്ടീവിന്റെ പെർഫോമൻസ് ആണ്. ഇതിന്റെ എക്സിക്യൂട്ടീവ് വന്നപ്പോൾ തന്നെ പുള്ളി വമ്പൻ പെർഫോമൻസ് ആയിരുന്നു. പുള്ളി ഡോർ തുറക്കുന്നു, തൂങ്ങുന്നു, വണ്ടി കുലുക്കുന്നു, മറിക്കുന്നു, എന്ത് വേണമെങ്കിലും ചെയ്തോ, വമ്പൻ കോൺഫിഡൻസ്. അപ്പൊ നമുക്ക് അവരോട് തോന്നുന്നൊരു അറ്റാച്ച്മെന്റ് ഉണ്ടല്ലോ. രണ്ടാമത്തെ കാര്യം, അത് എനിക്ക് ഡിസൈൻ വൈസ് എനിക്ക് ഇതാണ് കുറച്ചും കൂടി ബെറ്റർ ഫീൽ ചെയ്തത്. സ്ലാവിയ മോശമായിട്ടില്ല, എന്റെ വൈഫിന് സ്ലാവിയാണ് ഇഷ്ടപ്പെട്ടത്. പക്ഷെ എനിക്ക് ഡിസൈൻ ആ സ്ലീക്നെസ്സും ആ ഒരു ഇതൊക്കെ നോക്കിയപ്പോൾ ഫോക്സ്വാഗണിലോട്ടാണ് കുറച്ചും കൂടി തോന്നി. പിന്നെ ഇത് 1 വർഷം കഴിഞ്ഞു. കഴിഞ്ഞ 2023 ഡിസംബറിൽ എടുത്തു. ഏത് വേരിയന്റ് ഇത്? ഓട്ടോമാറ്റിക് ഹൈലൈൻ. മൈലേജ് എങ്ങനെയുണ്ട്? മൈലേജ് മാത്രമാണ് 10. അതിനൊരു റീസൺ ഉണ്ട്. ആക്ച്വലി വൈഫ് രാജ്യയിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ രാവിലെയും വൈകിട്ടും വൈഫിനെ കൊണ്ടുവരാൻ ഇത് ഉപയോഗിക്കും. അപ്പോൾ 10 കിലോമീറ്റർ വണ്ടി ലോക്കൽ ഓടും, അപ്പോൾ എല്ലാ ദിവസവും. അപ്പോൾ ആ സമയത്ത് നമുക്ക് പോക്കറ്റ് റോഡാണ്, ഒരു 8-9 ഒക്കെയാണ് മൈലേജ് കിട്ടുന്നത് ഞാൻ നോക്കിയിട്ട്. ഹൈവേയിൽ നമുക്ക് 15 കിട്ടും. പക്ഷെ എനിക്ക് ഹൈവേ ഓട്ടം ഭയങ്കര കുറവാണ്, വർക്ക് ഫ്രം ഹോം ആണ്. അപ്പോൾ പിന്നെ അതിൻ്റെ ഒരു ആവറേജ് കിട്ടുന്നത് 10.5, 10.8 ഒക്കെ കാണും. അപ്പോൾ ഈ സമയത്ത് ഇതൊരു ഒരു ഇലക്ട്രിക് ആയിരുന്നെങ്കിൽ ആലോചിച്ചിട്ടുണ്ടോ? ഇലക്ട്രിക് ആയിട്ട് ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ വണ്ടി മാറ്റുന്നതിനുള്ള പ്രധാന കാരണം ഹൈവേ ഓട്ടത്തിന് വേണ്ടിയിട്ടാണ്. വൈഫ് ഹൗസ് 2 ഡിസ്ട്രിക്ട് അപ്പുറമാണ്, മലപ്പുറമാണ്. അപ്പൊ ഞങ്ങൾ അങ്ങോട്ടൊക്കെ മാസത്തിലൊക്കെ പോകുമ്പോൾ വലിയ വണ്ടി അത്യാവശ്യം കംഫർട്ടിൽ ഓടിക്കണം. പിന്നെ ഹൈവേ ആണല്ലോ, നമ്മളൊരു സെക്യൂരിറ്റിയും കൂടി നോക്കിയിട്ടാണ് ഫോക്സ്വാഗണിലോട്ട് വരുന്നത്. അപ്പോൾ ഈ അപ്പാർട്ട് ഫ്രം മൈലേജ് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അതോ ബാക്കി എല്ലാ കാര്യത്തിലും സാറ്റിസ്ഫൈഡ് ആണോ? ബാക്കിയെല്ലാം ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. മൈലേജിൽ സാറ്റിസ്ഫാക്ഷൻ, നമുക്കൊരു സങ്കടം ഉണ്ട്. കാരണം സ്വിഫ്റ്റ് ഡീസല് 24 കിലോമീറ്റർ മൈലേജിലൊക്കെ ഓടിച്ചത് എനിക്ക് അന്നൊരു 4000 രൂപയ്ക്ക് മന്തിൽ അടിച്ചാൽ മതി, എവിടെ വേണമെങ്കിലും പോയിട്ട് വരാം. ഞാൻ പെട്രോളിന് ഡീസലിനെ കുറിച്ച് ആലോചിക്കാറില്ല.
ഇതിപ്പോ അങ്ങനെയല്ല, ഒന്ന് പിടിച്ചോടിക്കണം. ക്രെഡിറ്റ് കാർഡ് നോക്കിയിട്ട് നമ്മള് ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്. വേറെ കുഴപ്പമില്ല. ബാക്കി എല്ലാ കാര്യത്തിലും ഇപ്പൊ ഞാനിപ്പോ ലോങ് ഡ്രൈവ് കഴിഞ്ഞ് വന്നുള്ളൂ. ഇന്നലെ കണ്ണൂർ പോയിട്ട് വരായിരുന്നു. അപ്പൊ അതൊക്കെ വെച്ചാൽ ആ ഹൈവേ ഇപ്പൊ 4 ഹൈവേ ആണല്ലോ, പൊന്നാനി വഴി വന്നപ്പോ നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല. 4 മണിക്കൂർ കൊണ്ട് ഞാൻ സിമ്പിൾ ആയിട്ട് മലപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് എത്തി. നൈറ്റ് ഡ്രൈവ്, വേറെ ക്ഷീണമില്ല. രാവിലെ എണീറ്റ് ഇങ്ങോട്ട് പോകുന്നു. ആ കേസിൽ വണ്ടി പെർഫെക്റ്റ് ആണ്. ഒരു വർഷം കൊണ്ട് ഇപ്പൊ എത്ര കിലോമീറ്റർ ഓടിക്കാണും? കിലോമീറ്റർ കുറവാണ്, 15 ഓടിച്ചിട്ടുള്ളൂ. പണ്ട് സ്വിഫ്റ്റ് ഒക്കെ ആയിരുന്ന സമയത്ത് ഞാൻ 1 മാസം കൊണ്ട് അതിലധികം ഓടിച്ചിരുന്നു. അപ്പോ ഇത് കിലോമീറ്റർ അത്രേ ഉള്ളൂ, 15 ഓടിച്ചിട്ടുള്ളൂ. സർവീസ് അതിന്റെ ഇടയ്ക്ക് കഴിഞ്ഞു കാണുമല്ലോ? ഒരു സർവീസ് 1 ഇയറിന്റെ സർവീസ് കഴിഞ്ഞു. പിന്നെ ചെക്കപ്പുകളും അങ്ങനെ എന്തെങ്കിലും പൈസ ആയോ ഫസ്റ്റ് സർവീസ്? ഇല്ല, സർവീസിന് അങ്ങനെ കാര്യമായിട്ട് പൈസ വന്നില്ല. എനിക്ക് സ്വിഫ്റ്റ് ആയിരുന്നപ്പോഴും അത്യാവശ്യം പൈസ വന്നിരുന്നു. അല്ല, മാരുതിയുടെ കാര്യത്തിൽ വലിയ കുറവൊന്നുമില്ല. ഇല്ല, ഞാൻ 16,000 ഒക്കെ കൊടുത്ത സമയങ്ങളുണ്ട്. അതും 5,000 വേണം. അപ്പൊ ഞാൻ നോക്കിയപ്പോ അങ്ങനെ ഒരു ഫീൽ എനിക്ക് മാറ്റം തോന്നിയില്ല. ആദ്യം ഇതിനെ പേടിക്കാൻ ഒരു കാര്യം ഇതായിരുന്നു, സർവീസിന് ഭയങ്കര കോസ്റ്റ് ആവുന്നുള്ളതായിരുന്നു. പക്ഷെ അങ്ങനത്തെ ഒരു ഇത് കോസ്റ്റ് വന്നു. പിന്നെ ഒരു സർവീസ് ഒക്കെ കഴിഞ്ഞിട്ടുള്ളൂ, പക്ഷെ എന്നാലും അതിൽ കോസ്റ്റ് ഒന്നും എനിക്ക് തോന്നിയില്ല. ഞാൻ പിന്നെ അപ്പോഴേക്കും ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് ഒക്കെ വെച്ചു, ഡാഷ് ക്യാം ഒക്കെ വെച്ചിരുന്നു. അപ്പൊ ആ കൂട്ടത്തിൽ വന്നപ്പോ ബില്ല് ഒന്നും അല്ലാതെ സർവീസ് ബില്ലായിട്ട് അങ്ങനെ കാര്യമായിട്ടൊന്നും ഫീൽ ചെയ്തു. എന്താണ് ഇതിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ? എന്താ? ഡ്രൈവിംഗ് കംഫർട്ട്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും വീശി വളച്ച് പോകാം. പിന്നെ ആ ഒരു കോൺഫിഡൻസ്, ഇപ്പൊ വണ്ടി ചവിട്ടിയാ കിട്ടുമെന്ന ആ ഒരു ധൈര്യം. ആ കേസിൽ വണ്ടി പെർഫെക്റ്റ് ആണ്, സ്റ്റെബിലിറ്റി പെർഫെക്റ്റ് ആണ്. മെയിൻ ആ 2 സൈഡ് നമ്മൾ വീശി വളച്ച് ആ ടേണൊക്കെ എടുത്ത് പോകുമ്പോഴും നമ്മള് അറിയില്ല, കൂടെ ഇരിക്കുന്ന ആളും അറിയില്ല. അപ്പൊ ഈ മൈലേജ് അല്ലാതെ മറ്റെന്തെങ്കിലും കൂടി ഉണ്ടായിരുന്നെങ്കിൽ തോന്നിയ സംഭവം ഉണ്ടോ? എന്താണ് പ്രശ്നം? അല്ല, അത് എന്തെങ്കിലും ഒരു കുറവ്? അപ്പൊ മൈലേജ് എന്തായാലും കൂടുതൽ വേണമെന്ന് ആഗ്രഹമാണെന്ന് എനിക്കറിയാം. അതല്ലാതെ പിന്നെ ഒരു കുറവും കൂടി ഉള്ളത് നമ്മളുടെ ക്ലൈമറ്റ് കൺട്രോളിന്റെ ടച്ചാണ്. അത് നമ്മൾ വണ്ടി ഓടിക്കാൻ നോക്കി കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. മറ്റേത് നമുക്ക് ഇങ്ങനെ തപ്പി നോക്കി സ്വിച്ച് കണ്ടീഷൻ നോക്കി നമുക്ക് ഇടാം. ഇത് തപ്പി നോക്കി ഇടാൻ പറ്റില്ല, എന്തെങ്കിലുമൊക്കെ ഓണായി ഓഫ് ആയി പോകും. അപ്പൊ നോക്കി ഇടുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അത് മാത്രമല്ല അപകടവുമാണ്. ആക്ച്വലി വണ്ടി സ്റ്റാർട്ട് ചെയ്യും മുമ്പ് നമ്മൾ ഇത് സെറ്റ് ചെയ്തിട്ട് ഓടിക്കണം എന്നൊരു കണ്ടീഷൻ. ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അത് ചേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ മലപ്പുറത്തൊക്കെ പോരുമ്പോൾ മോശം വഴികളുമുണ്ട്, ഹൈവേ അല്ലാതെ. അതിൽ ഈ സെഡാൻ എന്നുള്ള ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ അത്തരം വഴികളിൽ? ഇല്ല, ഇപ്പോ ഞാൻ യൂസ്ഡ് ആയിട്ടുള്ളത് സ്വിഫ്റ്റിനോടാണല്ലോ. അത് പിന്നെ ഹാച്ച് ബാക്ക് ആണ്, നീളം കുറവാണ്. അത് വെച്ച് നോക്കുമ്പോൾ നീളം ഒന്ന് ജസ്റ്റ് നമ്മൾ നോക്കി ഓടിക്കണം. ഇപ്പോ ചില ഷോപ്പിംഗ് മാളുകളുടെ അണ്ടർഗ്രൗണ്ട് പാർക്കിങ്ങിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഇത്തിരി ഒന്ന് നോക്കി കണ്ടെടുക്കണം എന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ അടി തട്ടുന്ന പ്രശ്നം വല്ലതും വന്നിട്ടുണ്ടോ? ഇതേവരെ അങ്ങനെ അടി തട്ടിയിട്ടില്ല. ആകെ ഒരു പ്രാവശ്യം ആലുവയിൽ വെച്ചിട്ട്, അത് ഈ റോഡ് പണിയുടെ ഇതിന് വേണ്ടിയിട്ട് അവർ വല്ലാതെ ഡിഫറൻസ് ഉണ്ടാക്കിയതിന്റെ പുറത്തുണ്ടായ തട്ടലല്ലാതെ ഒരു അടി തട്ടൽ വന്നിട്ടില്ല. വേറെ ഇല്ല. എന്തായാലും ഈ പറഞ്ഞ മൈലേജ് ആണ് ഇത്തരം വാഹനങ്ങളുടെ കാര്യത്തിൽ എല്ലാവരും പറയുന്നൊരു പ്രശ്നം. അത് പ്രത്യേകിച്ച് നമ്മൾ സിറ്റിയിൽ ഓടിക്കുമ്പോഴാണ് നമുക്കത് ഫീൽ ചെയ്യുന്നത്. അതെ, ഇപ്പോൾ എൻ്റെ കാര്യത്തിൽ ഞാനിപ്പോൾ ഇപ്പം ജിംനി വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ ജിംനിക്ക് ഈ പറഞ്ഞ പോലെ കോഴിക്കോടൊക്കെ പോകുമ്പോൾ എനിക്ക് 17 വരെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ സിറ്റിയിൽ 10 താഴെയാണെന്നുള്ളതാണ്. നമ്മളാണ് എപ്പോഴും ഓടിക്കുന്നത് സിറ്റിയിലുമാണ്. അതുകൊണ്ടാണ് ഞാൻ ഒരു ഇലക്ട്രിക് കാർ കൂടി അങ്ങോട്ട് വാങ്ങിച്ചത് എൻ്റെ കൂടെ. പക്ഷേ ഇതുപോലെ സ്റ്റെബിലിറ്റി, അതുപോലെ തന്നെ പെർഫോമൻസ്, അത്തരം കാര്യങ്ങളൊന്നും പറയാനില്ല. റീസെയിൽ വാല്യൂ നല്ല, എപ്പോഴെങ്കിലും വിറ്റാലും നല്ല റീസെയിൽ വാല്യൂ കിട്ടും. അപ്പോൾ എന്തായാലും മോശമായിട്ടൊന്നും പറയാനില്ല, മറ്റു കാര്യങ്ങളൊന്നും തന്നെ. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പം ഹാപ്പി ആൻഡ് സേഫ് മോട്ടറിങ് ആശംസിക്കുന്നു. താങ്ക് യു. താങ്ക് യു. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫീഡ്ബാക്ക് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു മോഡലാണ് മഹീന്ദ്രയുടെ ഏറ്റവും പുതിയ EV ആയ BE6. ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ഫീഡ്ബാക്ക് കിട്ടാനില്ല. കാരണം വെച്ചാൽ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് 10,000 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞ BE6 ആണിത്. കൂടാതെ കൊച്ചിയിൽ നിന്ന് കാശ്മീർ വരെ ഓടുകയും ചെയ്തു. എനിക്ക് തോന്നുന്നു അതും മറ്റൊരു വാഹനം ഓടിയിട്ടുണ്ടാവില്ല. ആരൊക്കെ അങ്ങനെ ഓടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പക്ഷേ തോന്നുന്നില്ല അങ്ങനെ ഓടാനുള്ള യാതൊരു സാധ്യതയുമില്ല. കാരണം പുതിയൊരു വാഹനമായതുകൊണ്ട് അത്രയും ധൈര്യത്തിലൊക്കെ ഓടിച്ചു പോകണമെങ്കിൽ അസാമാന്യമായ ധീരന്മാരായിരിക്കും. അങ്ങനെയുള്ള 2 പേരെ പരിചയപ്പെടാം. നമസ്കാരം. നമസ്കാരം. പേര്? അരുൺകുമാർ. പേര്? അമൽ. നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ് കണക്ഷൻ? എൻ്റെ അനിയനാണ്. അപ്പോൾ നിങ്ങൾ ഒരുമിച്ചാണോ പോയത്? അല്ല, ഞാനും എൻ്റെ വേറെ ഫ്രണ്ടുകളാണ് പോയത്. എത്ര കാലം ഇപ്പോൾ എടുത്തിട്ടത്? എടുത്ത് 1 മാസമായി. കഷ്ടി 1 മാസത്തിനുള്ളിൽ 10,000 ഓടിക്കഴിഞ്ഞു അല്ലേ? എന്നാൽ പിന്നെ എടുത്ത കഥ തൊട്ട് വരാം. എന്തുകൊണ്ടാണ് ഇത് ഇപ്പം ഓടിച്ചു നോക്കാതെ തന്നെ ആയിരിക്കണമല്ലോ ഇത് ബുക്ക് ചെയ്തത്? എന്തായിരിക്കും അതിനുള്ളൊരു കാരണം? അതിൻ്റെ കാരണം ഇതിൻ്റെ ഷേപ്പ് തന്നെയാണ്. അപ്പോൾ നമുക്ക് സാധാരണ ഒരു കോൺസെപ്റ്റ് വെഹിക്കിൾ പോലെയാണല്ലോ ഇത്. എൻ്റെ ഷേപ്പ് അങ്ങനെ തന്നെ ഇറങ്ങുകയും ചെയ്തല്ലോ. അത് ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്തു. പിന്നെ എൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം ഓരോന്ന് കേട്ട് അങ്ങനെ. ഏത് വണ്ടി ഉപയോഗിച്ചിരുന്നത് ഇത്രയും കാലം? എനിക്ക് 2-3 വെഹിക്കിളുണ്ട്. ഒന്ന് കാർണിവലുണ്ട്, പിന്നെ ഒരു GLE ഉണ്ട്, പിന്നെ ഒരു ഹോണ്ടയുടെ BRV ഉണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് EV-യിലേക്ക് വരുന്നത്? EV ഫസ്റ്റാണ്. അതെ. ആദ്യമായിട്ട് EV എടുത്തിട്ട് പോലും ധൈര്യമായി കാശ്മീർ വരെ ഓടിച്ചെന്ന് പറഞ്ഞ സംഭവം കേട്ടോ. എന്താ ചെയ്യുന്നത്? എനിക്ക് ബിസിനസ്സാണ്. മൂന്നാർ, കൊടൈക്കനാൽ ഒക്കെ ആയിട്ട് റിസോർട്ട് നടത്തും. ശരി. ഏതാ റിസോർട്ടിന്റെ പേരുകൾ? ലുമിനോ.
ലുമിനോ ഗ്രൂപ്പ് എന്നാണ്. ഓ, നമുക്ക് 5-8 ഹോട്ടൽസ് ഉണ്ട്. ആ ശരി. അപ്പോൾ നിങ്ങൾ ഒരുമിച്ച് തന്നെ? അതെ അതെ. കൊടൈക്കനാൽ. അപ്പോൾ കൊടൈക്കനാൽ വരുമ്പോഴത്തേക്കും ഒന്ന് ഓർത്തോ കേട്ടോ, ലുമിനോ. അപ്പോൾ നമുക്ക് വാഹനത്തിലേക്ക് തന്നെ വരാം. എന്താണ് ഇത്ര ധൈര്യം കാണിക്കാൻ കാരണം? കാരണം വെച്ചാൽ ഇന്ത്യ മുഴുവൻ ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ട്, അത്തരം പല ആശങ്കകളും എല്ലാവർക്കും ഉള്ളൊരു സമയത്ത് ധൈര്യമായിട്ട് അങ്ങ് ഓടിച്ചു പോകാൻ തീരുമാനിച്ചത്? ഇത് ഞങ്ങൾ ഈ വണ്ടി ബുക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് പ്ലാൻ ചെയ്തായിരുന്നു. പിന്നെ വണ്ടി ഡിലേ ആയതിൻ്റെ പേരിലാണ് ഞങ്ങൾ കുറച്ച് ദിവസത്തേക്ക് കുറച്ചിട്ട് ഒരു 16-17 ദിവസത്തിൽ തിരിച്ചു വരാവുന്ന രീതിയിൽ കാശ്മീരാക്കിയത്. പിന്നെ ജസ്റ്റ് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ പിന്നെ പ്ലഗ്ഷെയറിലൊക്കെ നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം ചാർജ് സ്റ്റേഷൻസ് കണ്ടു. പക്ഷേ ഓൺ ദ വേയിൽ ഞങ്ങൾക്ക് അത്ഭുതപ്പെടുത്തി ഞങ്ങൾ. കാരണം എല്ലായിടത്തും നന്നായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ മാറിയിട്ടുണ്ട്. ഇഷ്ടംപോലെ ചാർജ് സ്റ്റേഷൻസ് ഉണ്ട്. നമുക്ക് അവിടെ എവിടെയും ഒരു ബുദ്ധിമുട്ട് അങ്ങനെ വന്നില്ല. പിന്നെ 1-2 രാജസ്ഥാനിൽ നിന്ന് പഞ്ചാബിലേക്ക് പോകുന്ന ഒരു ടൈമിൽ ബിക്കാനേർ എന്ന് പറഞ്ഞാൽ ആ റൂട്ടിൽ മാത്രമാണ് ഒരു അല്പം ഡിലേ വന്നത്. പക്ഷെ എന്നാലും അത്യാവശ്യം എല്ലായിടത്തും നല്ല ചാർജ് സ്റ്റേഷൻസ് ഉണ്ട്. എത്ര കിലോമീറ്റർ കിട്ടി മാക്സിമം റേഞ്ച്? മാക്സിമം റേഞ്ച് അങ്ങനെ നോക്കിയില്ല, എന്നാലും 1-2 തവണ നോക്കിയപ്പോൾ ഒരു 520-530 കാണിച്ചായിരുന്നു. പക്ഷെ ആവറേജ്, അതായത് ടോട്ടൽ ഞങ്ങൾ ഡ്രൈവ് ചെയ്തിട്ട് അതിനെ കിലോ വാട്ട് എത്ര ചാർജ് ചെയ്യുന്നത് നമുക്ക് ആപ്പിൽ കാണിക്കുമല്ലോ, അത് വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കാണിച്ചത് 410 കാണിച്ചു. 410. പക്ഷെ അന്നേരം ഹൈവേ തന്നെയാണ്. എനിക്ക് തോന്നുന്നു റീജനൊക്കെ ആ ടൈമിൽ കുറവായിരിക്കും. പിന്നെ ഞങ്ങൾ AC ചാർജ് ചെയ്യണം മിക്ക സമയങ്ങളും AC ഇട്ട് വണ്ടിക്കകത്ത് തന്നെയായിരുന്നു. അതുകൊണ്ടൊക്കെ അത് നമുക്ക് അങ്ങനെ ക്ലെയിം ചെയ്ത് പറയാൻ കൊള്ളത്തില്ല. ശരിക്കും ആ വണ്ടിയിൽ ഒന്ന് ഇതാകണ പോലെയാണ്. പക്ഷെ ആവറേജ് ഇപ്പം ഞങ്ങൾ ഓടി ഇവിടെ എത്തിയപ്പോൾ 60 കിലോമീറ്റർ ഓടിയല്ലോ. ആ പെർസെൻറ്റേജ് നോക്കുമ്പോൾ ഒരു 520 ഒക്കെ കാണിക്കുന്നുണ്ട്. 400 പോലും മോശമല്ല. ഇത്രയും വലിയൊരു വണ്ടിയിൽ എത്ര വരെയൊക്കെ സ്പീഡ് എടുത്തിട്ടുണ്ടാവും ആ യാത്രയിൽ? ഒരു 160 കിലോമീറ്റർ ആണ് മാക്സിമം സ്പീഡ്. ആണല്ലേ? ആ 160 പോകുമ്പോൾ സ്റ്റെബിലിറ്റി ഒക്കെ അങ്ങനെ ഉണ്ട് നമുക്കൊരു. അതാണ് ഇത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത്. അതായത് നമ്മളൊന്നും ഒരിക്കലും ഒരു എന്താ പറയുക, ഒരു 1/2 കിലോമീറ്ററിൽ ഒരു 100-120 മേളിലോട്ടൊന്ന് കയറ്റാൻ പറ്റാത്ത ഈ വണ്ടി അവിടെ നമ്മൾ 160 ഒക്കെ ഒന്ന് കയറ്റി നോക്കിയിട്ടുണ്ട്. ടെസ്റ്റ് ഡ്രൈവ് നമുക്ക് അടിച്ചോടിച്ച് ഓടിക്കാമല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ആ സമയത്ത് അത് കൺട്രോൾ ചെയ്ത് നിർത്താനൊക്കെ നമുക്ക് ഈസിയായിരുന്നു. ഇപ്പം ഈ യാത്രയിലാണെങ്കിൽ ഇതിന്റെ ബ്രേക്കിംഗ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് നൽകുന്നതാണല്ലോ. അന്ന് ബീച്ചറിന് തന്നെ പറഞ്ഞാണല്ലോ. അതെ അതെ. അപ്പോൾ ഇതിന് ഈ പറഞ്ഞ പോലെ പുതിയ വണ്ടി ആയതുകൊണ്ട് സോഫ്റ്റ്വെയർ ഇഷ്യൂസ് ഒക്കെ ചിലരൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും നേരിട്ടോ? ചെറിയ ചെറിയ ബഗ്സ് ഒക്കെ വരുന്നുണ്ട്, എന്നാൽ ഡിലേ ആവുന്നുണ്ട് അങ്ങനെ. പക്ഷെ എന്നാലും അതൊരു മേജർ കൺസേൺ ആയിട്ട് പറയാവുന്ന രീതിയിലുള്ള പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിട്ടില്ല. വലിയ പ്രോബ്ലംസ് ഒന്നും ഇല്ല. അതുപോലെ നമ്മളെപ്പോഴും പറയുന്നത് EVകൾ നമ്മൾ ഓടിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഒരു പ്ലാനിങ് വേണമെന്നാണ്. നിങ്ങൾക്ക് എത്ര % കുറയുമ്പോൾ ചാർജ് ചെയ്യും? അതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ബിജേട്ടൻ പറഞ്ഞാൽ നമ്മൾ ആദ്യം എടുത്തിട്ട് നേരെ പോകാനുള്ള ചെയ്ത് 1000 കിലോമീറ്റർ ഓടിച്ചു, അത് വീട്ടിൽ തന്നെ ചാർജ് ചെയ്തുകൊണ്ടിരുന്നത്. പുറത്ത് ആദ്യമായിട്ട് ചാർജ് ചെയ്യുന്നത് തന്നെ ഈ ട്രിപ്പിലാണ്, ഒരു DC ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം കാൽക്കുലേഷൻ ചെയ്യുന്നത് എപ്പോഴും 500 കിലോമീറ്റർ ഓടുന്ന വെഹിക്കിളാണ് നമ്മളിരിക്കുന്നത്. ഒരു 450-500 ഒക്കെ ആവാറാകുമ്പോഴത്തേക്ക് ചെയ്യാന്നുള്ളൊരു വിദ്യാധാരണയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഓൺ ദ വേയിൽ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായി. ഒരു DC തന്നെ ചാർജ് ചെയ്യുന്നതുകൊണ്ട് നമ്മളെപ്പോഴും ഒരു 90% നിർത്താൻ ശ്രമിച്ചു. കാരണം അത് വണ്ടി ഹീറ്റ് ആവും, ഒരു പ്രിക്കോഷൻ പോലെ. അതുപോലെ ഒരു 20% ആകുമ്പോഴത്തേക്കും നമ്മളത് ചാർജ് ചെയ്യാനുള്ളൊരു സെറ്റപ്പിലോട്ട് വരികയും ചെയ്യും. അപ്പോൾ ടോട്ടൽ നോക്കുമ്പോൾ ഒരു 30% പോയി. 30% പോകുമ്പോഴത്തേക്കും 100% 500 കിലോമീറ്റർ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ ഒരു 150 കിലോമീറ്റർ നമ്മുടെ പോയി. അപ്പോൾ എവരി 300-350 കൂടുതൽ നമ്മൾ ചാർജ് ചെയ്യേണ്ട അവസ്ഥയാണ് ഈ വണ്ടി. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞോടുകൂടി ഞങ്ങൾക്ക് പിന്നെ ഈസിയായി. അപ്പോൾ പിന്നെ പോകുന്ന വഴിയിലെല്ലാം 300 ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ചാർജ് ചെയ്യും. അല്ലെങ്കിൽ പോകുന്ന വഴിയിൽ ഒരു കൂടിയ ഒരു ചാർജ് സ്റ്റേഷൻ കണ്ടാൽ ഒരു 80-യുടെ ഒരു 120-യുടെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ 200 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂങ്കിലും നമ്മളങ്ങ് ചാർജ് ചെയ്തിട്ട് പോകും. അത് നമ്മൾ ആ കാൽക്കുലേഷൻ കറക്റ്റ് ആണ്. ഇപ്പോൾ ഒരു 80-യുടെ ആണെങ്കിൽ ഇത് 0 to 100 ആവാനായിട്ട് 1 hour. ഇനിയിപ്പോൾ 60-ന്റെ ആണെങ്കിൽ ഒരു 1.5 മണിക്കൂർ. അങ്ങനെ ആ ടൈമിൽ അനുസരിച്ച് പോകുന്ന വഴി എല്ലാം കണ്ടത് ഈ അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഭയങ്കരമായിട്ട് ഡെവലപ്പ് ആയിട്ടുണ്ട്. എല്ലായിടത്തും ഫുഡ് മാള്, ഒരു ചെറിയ ചെറിയ മാൾസ് പോലെയുണ്ട്. നമ്മളെ പോലെ ഇങ്ങനെ ഒരു വലിയ ബിൽഡിങ്സ് അല്ലെങ്കിലും എല്ലാ ഐറ്റംസും ഉള്ള ഫുഡ് കോർട്ടൊക്കെ ഉള്ള സ്ഥലത്താണ് മിക്കപ്പോഴും വെച്ചിരിക്കുന്നത്. കേരളത്തിൽ ആ പരിപാടി ഇപ്പോഴും ഇല്ല, അത് വന്നിട്ടില്ല. പുറത്തെല്ലാം അങ്ങനെ ഉണ്ട് നന്നായിട്ട്. നല്ല അവിടെ നമുക്ക് യൂസ്ഫുൾ അത്. അപ്പോൾ എന്തായാലും ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ധൈര്യമായിട്ട് കാശ്മീർ വരെയൊക്കെ EV ഓടിച്ച് പോകാം, ധൈര്യമായിട്ട് പോകാം അല്ലേ? അതെ അതെ. അപ്പോൾ നിങ്ങൾ എന്ത് ആപ്പാണ് ഉപയോഗിക്കുന്നത്? എവിടെയൊക്കെയാണ് ചാർജിങ് സ്റ്റേഷൻ ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കാൻ ഏത് ആപ്പാണ് ഉപയോഗിച്ചിരുന്നത്? മെയിനായിട്ട് പ്ലഗ്ഷെയർ തന്നെയാണ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഏകദേശം ഒരു 20 മേളിൽ ആപ്പുണ്ട്. അപ്പോൾ ഈ പ്ലഗ്ഷെയർ കാണിക്കുന്നതെല്ലാം ചിലപ്പോൾ ലൈവായിട്ട് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഏതായാലും നമ്മളവിടെ ചെല്ലുമ്പോൾ അതാത് ചാർജ് സ്റ്റേഷൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ആ ആപ്പിൽ കയറിയിട്ട് നമ്മളത് അവൈലബിൾ ആണോ എന്ന് കൃത്യമായിട്ട് ചെക്ക് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ നമുക്കൊരു അവിടെ ചെല്ലുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം പലതും ചിലപ്പോൾ അവിടെ വർക്കിംഗ് ആയിരിക്കില്ല. അത് ഓൺലൈനാണ്. ആ പ്ലഗ് അവൈലബിൾ ആണെന്ന് കാണിക്കുകയാണെങ്കിൽ ധൈര്യമായിട്ട് പോകും. അപ്പോൾ അതായത് ആപ്പിൽ കയറിയെങ്കിലും ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. എല്ലായിടത്തും വണ്ടികൾ ധാരാളം ചാർജ് ചെയ്യാൻ കിടക്കുന്നുണ്ടായിരുന്നോ പലയിടത്തും? അങ്ങനെ താമസം നേരിട്ടോ? അങ്ങനെ അതാണ്, അവിടെ ഒന്നും അധികം EVs ഒന്നും ഞാൻ കണ്ടില്ല. പിന്നെ 1-2 തന്നെ നമ്മുടെ 90 ഒക്കെ 1-2 തവണ വന്നു.
പിന്നെ ഇപ്പൊ ഇറങ്ങിയ നമ്മുടെ MG യുടെ വിൻസർ 1-2 അങ്ങനെ വളരെ റയറായിട്ടേ വന്നുള്ളൂ. പക്ഷെ എന്നിട്ടും ഇഷ്ടംപോലെ ചാർജ് സ്റ്റേഷൻസ് ഉണ്ട് നോർത്തിലൊക്കെ തോന്നുന്നു. പക്ഷെ അത് ഭാവി അതായതുകൊണ്ട് എല്ലാവരും നേരത്തെ റെഡിയാക്കി വെക്കുന്നു. എല്ലാ പമ്പുകളിലും IOC-ലൊക്കെ എല്ലാത്തിലും വരാൻ പോകുന്നു കേൾക്കുന്നു. അതെ അതെ അതെ. അപ്പൊ എന്തുകൊണ്ടാണ് ഇപ്പൊ ഇതിനേക്കാളും കുറച്ചുകൂടെ വലുതാണ് 9? എന്തുകൊണ്ടാണ് അതിലേക്ക് പോകാറ്? ഇത് മതി. ഓൾറെഡി എനിക്കൊരു വലിയ വണ്ടി ഉണ്ട്, കാർണിവലുണ്ട്. അപ്പോൾ ഇത് കുറച്ചുകൂടി ഒരു യൂണീക്ക് ആണ് ഷേപ്പും, അതുകൊണ്ടാണ് അങ്ങനെ പ്ലാൻ ചെയ്തത്. ഇതിപ്പോ ശരിക്കും പറഞ്ഞാൽ കൊടൈക്കനാലിലേക്കൊക്കെ ഒറ്റ ചാർജിൽ ഓടിച്ചു പോകാം അല്ലേ? അതെ അതെ. വീട്ടില് സോളാറുണ്ട്. സോളാർ ഇപ്പോൾ ചെയ്തോണ്ടിരിക്കുന്നു. എന്തായാലും വേണ്ടി വരും. അതെ അതെ. അപ്പൊ ഇതിന്റെ ഒരു എക്കണോമിക്സ് നോക്കിയോ? എങ്ങനെയാണ്? എക്കണോമിക്കലാണോ? അത് എത്ര രൂപ നിങ്ങൾ ചാർജ് ചെയ്തു ഇത്രയും ദൂരം ഓടി തിരിച്ചു വന്നപ്പോ? അത് നമുക്ക് ഈ ആപ്പ് ത്രൂ എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ ആപ്പ് ത്രൂ നോക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ വണ്ടിയുടെ തന്നെ ഒരു ആപ്പുണ്ട്. ആ ആപ്പിൽ നമ്മൾ എത്ര ചാർജ് ഒന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ എല്ലാ ആപ്സും കൂടെ കൂട്ടി കഴിഞ്ഞപ്പോൾ 34,500 രൂപ ഏകദേശം നമ്മൾ ചാർജ് ചെയ്തു. എത്ര കിലോമീറ്റർ ഓടിയപ്പോൾ? 8,600 കിലോമീറ്ററാണ് ആ ട്രിപ്പിൽ നമ്മൾ മൊത്തം ഓടിയത്. എന്ന് പറയുമ്പോൾ 4 രൂപയ്ക്ക് അടുത്ത് കിലോമീറ്റർ. അതെ അതെ. നമ്മൾ വന്ന് അതിന്റെ കാരണം ഇത് എല്ലായിടത്തും തന്നെ 25+ GST ആണ് എല്ലായിടത്തും തന്നെ ഉള്ളൊരു ചാർജിങ് ആവറേജ് വരുന്നത്. ആകെപ്പാടെ 1-2 ആപ്പിലാണ് എനിക്ക് കുറവായിട്ട് തോന്നുന്നത്. BPCL-ന്റെ അതിൽ 15 രൂപ 16 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. അത് അധികം ഇല്ലായിരുന്നു. പക്ഷെ മൊത്തത്തിൽ ഏകദേശം ഈ റേഞ്ച് നോക്കുന്നുണ്ട് ഏകദേശം 34 രൂപ അടുത്ത് 34,500 അടുത്ത് വന്നു. അങ്ങനെ നോക്കുമ്പോഴും എനിക്ക് തോന്നുന്നു 7 രൂപ 8 രൂപയാകും സാധാരണ മറ്റൊരു വണ്ടിയാണെങ്കിൽ. പകുതി രൂപയ്ക്ക് പോയി എന്ന് പറയാം. എങ്കിലും കുറച്ചുകൂടെ കുറയേണ്ടതാണ് ശരിക്കും. പക്ഷെ ഇതുപോലെ ഈ പറഞ്ഞ താരിഫ് കൂട്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവസാനം EV-കൾക്കും ലാഭമില്ലാത്ത അവസ്ഥയിലേക്ക് ചെല്ലും എന്നുള്ള പ്രശ്നമുണ്ട്. പക്ഷെ വീട്ടിൽ സോളാർ വെച്ച് നാട്ടിൽ ഓടുകയാണെങ്കിൽ ഒരു പൈസ ചെലവില്ലാതെ സുഖമായിട്ട്. ഇത് വല്ലപ്പോഴും ആണല്ലോ എല്ലാവരും ഇങ്ങനെ ട്രിപ്പൊക്കെ പോകുന്നത്. അല്ലാതെ എല്ലാം ഹോം ചാർജ് ആണ് ചെയ്യാവുന്നത്. നിങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പഠിപ്പിച്ച ആൾക്കാരൊക്കെ ഇനി അങ്ങ് പോകും ഇന്ത്യ മുഴുവൻ. എന്താണ് ഇതിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ? എന്താ ഇത്രയും കാലം ഇത്ര ഓടിച്ചു കഴിഞ്ഞപ്പോൾ 10,000 കിലോമീറ്റർ ഓടിച്ചു കഴിഞ്ഞപ്പോൾ? എനിക്ക് ഇതിന്റെ ബാക്കി ഒരുപാട് ഫീച്ചർ ഉണ്ടെങ്കിലും ആ ഹെഡ് അപ്പ് ഡിസ്പ്ലേയിൽ ഉള്ള ഓഗ്മെന്റ് റിയാലിറ്റി ആണ് എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നത്. കാരണം നമുക്ക് ഈവൻ ഈ സൈഡ് മിറേഴ്സിലേക്ക് പോലും നോക്കേണ്ട ആവശ്യമില്ല. ബാക്കിലൊരു ഹൈവേയിലൂടെ ആണ് നമ്മൾ അധികം ക്രൂസ് ചെയ്യുന്നത്. ആ ടൈമിലൊക്കെ ആണെങ്കിലും സൈഡിലോട്ട് പോലും നോക്കണ്ട. ആ ബ്ലൈൻഡ് സ്പോട്ട്, സാധാരണ ബ്ലൈൻഡ് സ്പോട്ട് എല്ലാം നമ്മുടെ ഈ റിയർ വ്യൂ മിററിൽ ജസ്റ്റ് ഇങ്ങനെ പോലെ കാണിക്കും. ഇതിങ്ങനെ ഒരു 50 ഇഞ്ച് സ്ക്രീൻ നമ്മുടെ ഒരു 10 അടി മുമ്പിൽ നിൽക്കണം. അതിന്റെ 2 സൈഡിലെ ലൈൻസ് ഒക്കെ വന്ന് ഭയങ്കര ഒരു സെക്യൂർ ഫീൽ തോന്നുന്നു. ഒരു കോൺസെൻട്രേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല. അതിനാണ് മാപ്പാണെങ്കിലും ഒരു രീതിയിൽ നമ്മളെ വഴി തെറ്റിക്കില്ല വണ്ടി. കാരണം ഒരു മതിൽ പോലെ ആ ആരോസൊക്കെ ഒന്നിങ്ങനെ ഫ്രണ്ടിൽ നിൽക്കുവാണല്ലോ. അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. അല്ലാതെയുള്ള ഫീച്ചേഴ്സ് ഒക്കെ ഉള്ളത് തന്നെയാണ്. ബാക്കി എന്തെങ്കിലും കുറവ് തോന്നിയിട്ടുണ്ടോ? എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ തോന്നിയ സംഭവം ഉണ്ടോ? കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ വെന്റിലേറ്റഡ് സീറ്റ് ഒക്കെ വേണമെങ്കിൽ എല്ലാ ഇതിനും കൊടുക്കാമായിരുന്നു. പിന്നെ അതുപോലെ കോ ഡ്രൈവറിന് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ഇല്ല. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നോക്കായിരുന്നു തോന്നുന്നു. അല്ലാണ്ട് ബാക്കി അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കാര്യം ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എത്ര രൂപയോ ഓൺറോഡ്? ഇത് 30,18,000 രൂപ ആണ് ആയത്. 30 ലക്ഷം രൂപയ്ക്ക് വർത്താണോ? അതെ അതെ. എനിക്ക് വളരെ സാറ്റിസ്ഫൈഡ് ആണ്. വാല്യൂ ഫോർ മണി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പൊ ഏതായാലും പിന്നെ റേറ്റ് കൂടിയിട്ടുണ്ടല്ലോ, ടാക്സ് കൂടി. അപ്പോൾ എന്തായാലും വളരെ ഹാപ്പി ആയിട്ടുള്ള കസ്റ്റമറാണ് നമ്മൾ ഇതുവരെ കണ്ടത്. കാരണം ഈ 10,000 കിലോമീറ്റർ ഒറ്റയടിക്ക് ഓടിച്ചു പോയി എന്നുള്ളത് വലിയ സംഭവം തന്നെയാണ്. പ്രത്യേകിച്ച് EV ചാർജിങ് സ്റ്റേഷൻസ് എത്രത്തോളം ഉണ്ട് എന്ന് കൃത്യമായ ഒരു മനസ്സിലാകാതെ പോയതാണ് ശരിക്കും. അപ്പോൾ ഈ പഹൽഗാമി വെടികൊള്ളുന്നതിന് തൊട്ട് മുമ്പാണ് നിങ്ങൾ വന്നത്, തിരിച്ചു വന്നത്? ഞങ്ങൾ പോകുന്ന കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് അവിടെ ഉണ്ടാവുന്നത്. അവിടെ ഫ്ലഡ് ഉണ്ടായി. അതിനുശേഷം പിന്നെ സെറ്റാക്കിക്കാറുണ്ടാവുന്നത്. അപ്പൊ ഈ വളരെ മോശം വഴികളിൽ കൂടെ ഒക്കെ ഓടിച്ചു കാണുമല്ലോ അവിടെയൊക്കെ പോയപ്പോഴത്തേക്കും, ഇല്ലേ? അതെ അതെ അതെ. അപ്പൊ അതിലെങ്ങനെയുണ്ട് നമ്മുടെ ഈ പെർഫോമൻസ്? എങ്ങനെയുണ്ട് സസ്പെൻഷൻ്റെ ഒക്കെ? സസ്പെൻഷനൊക്കെ വളരെ കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ കുറച്ച് പവർ കൂടിയതിൻ്റെതായ ചെറിയ പ്രശ്നം, സ്ലിപ്പ് ആവുന്ന പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ കുറച്ച് അവിടെ സ്ലിപ്പറി റോഡിലൊക്കെ ചെല്ലുമ്പോൾ നമ്മള് സ്പോർട്സിലൊന്നും ഇടാനേ പാടില്ല അവിടെ. ആ ടൈമിലൊക്കെ വണ്ടി സ്കിഡ് ആവുന്നല്ലോ തോന്നിയിട്ടുണ്ട്. അല്ലാതെ എനിക്ക് വേറെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ ഇഷ്ടം പോലെ ഇറങ്ങിയെങ്കിലും എനിക്ക് തോന്നുന്നു ഓൾ ഇന്ത്യ നോക്കി അധികം ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ആൾക്കാർ വളരെ ക്യൂരിയസ് ആയിട്ട് ഈ വണ്ടി കണ്ടിട്ട് വീഡിയോ എടുക്കണോ, ഫോട്ടോ എടുക്കണോ, അതേപോലെ ട്രാഫിക്കിലൊക്കെ നിർത്തിയേക്കുവാണെങ്കിൽ ഗ്ലാസ്സിലൊന്ന് മുട്ടിയിട്ട് എന്ത് വഹിക്കലാന്നൊക്കെ പറഞ്ഞ കുറേ ആൾക്കാരങ്ങനെ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ആകാൻ പോകുന്നത്. മലയാളികളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ വണ്ടി. പോകുന്ന വഴിയിൽ ആകെപ്പാടെ ബാംഗ്ലൂർ കഴിഞ്ഞപ്പോൾ ഒരു ഇതുപോലത്തെ B6 ഉണ്ട്, അല്ലാതെ ഒന്നും കണ്ടിട്ടില്ല. ശരി. എന്നാലും ഈ വൈറ്റ് നല്ല രസമുണ്ട്. കാരണം ഇതിന്റെ വലിപ്പം ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു വൈറ്റ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ എന്തായാലും നല്ല ഫീഡ്ബാക്കാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ B6 ബുക്ക് ചെയ്തിരിക്കുന്നവരൊക്കെ സന്തോഷമായിട്ട് ഓടിച്ചു പോകാം, ഓൾ ഇന്ത്യ ഓടിച്ചു പോകാമെന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഇതിനപ്പുറത്തേക്ക് ഒരു ഫീഡ്ബാക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ കിട്ടാനില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പോൾ കൊടൈക്കനാലിലോ മൂന്നാറിലോ ഒക്കെ വരുമ്പോൾ ലുമിനോ ഓക്കെ കാണാം. താങ്ക് യു.
അപ്പോൾ റാപ്പിഡ് ഫയർ അവസാനിക്കുകയാണ്. എന്തായാലും ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം മറക്കണ്ട. NFOയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, മെയ് 4 വരെ മാത്രമാണ് അതിൽ നിക്ഷേപിക്കാൻ നിങ്ങൾക്ക് അവസരമുള്ളത്. അതായത് 3 ദിവസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ NFOയുടെ വിശദാംശങ്ങൾ അറിയാൻ വേണ്ടിയുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ കയറിയാൽ നിങ്ങൾക്ക് കൃത്യമായും എല്ലാ വിവരങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അടുത്ത ആഴ്ച മറ്റൊരു റാപ്പിഡ് ഫയറുമായിട്ട് കാണാം. ബൈ.